എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നേ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം. കേരളത്തിൽ ഉൾപ്പെടെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കായിട്ടുള്ള സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ച നീട്ടിയിരിക്കുകയാണ്. എന്യൂമറേഷൻ ഫോം വിതരണത്തിനും പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുവാനുള്ള സമയം ഈ മാസം 4 വരെ ആയിരുന്നത് 11ലേക്ക് നീട്ടിയിരിക്കുന്നതാണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് 9-ൽ നിന്ന് 16ലേക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി 7-ൽ നിന്നും 14ലേക്കും നീട്ടിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ഡിസംബറിലെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബറിലെ റേഷനായിട്ടുള്ള നീല കാർഡുകാർക്ക് 5 കിലോ അരിയും വെള്ള കാർഡുകാർക്ക് 10 കിലോ അരിയും അധികമായിട്ട് ലഭിക്കുന്നതാണ്. കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. എല്ലാ കാർഡ് ഉടമകൾക്കും 1 ലിറ്റർ മണ്ണെണ്ണയും നൽകുന്നതാണ്. അടുത്ത അറിയിപ്പ്, വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചിരിക്കുകയാണ്. സിലിണ്ടറിന് 10 രൂപയാണ് കുറച്ചിരിക്കുന്നത്. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1587 രൂപ ആയിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമില്ല. വാണിജ്യ സിലിണ്ടറിൻ്റെ വില കുറച്ചത് ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും തട്ടുകടകൾക്കും നേരിയ ആശ്വാസം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ആശ്വാസ വാർത്തയുമായിട്ട് എത്തിയിരിക്കുകയാണ് KSEB. ഡിസംബറിലെ വൈദ്യുതി ബില്ല് ഇന്ധന സർചാർജ് കുറയുമെന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. പ്രതിമാസം ബില്ല് ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 5 പൈസയും 2 മാസത്തിൽ ഒരിക്കൽ ബില്ല് ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 8 പൈസയും സർചാർജായിട്ട് അധികമായിട്ട് നൽകേണ്ടി വരുന്നതാണ്. സെപ്റ്റംബർ മുതൽ നവംബർ വരെ യൂണിറ്റിന് 10 പൈസയായിരുന്ന സർചാർജ് ഒക്ടോബറിൽ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങിയ ഇനത്തിൽ KSEBക്ക് അധികമായിട്ട് ചിലവായിട്ടുള്ള 9.92 കോടി രൂപയും അതിനു മുൻപുള്ള മാസങ്ങളിൽ സർചാർജിലൂടെ തിരിച്ചു പിടിച്ചതിന് ശേഷവും ബാക്കി വന്ന തുകയും ചേർത്ത് 10.77 കോടി രൂപ ഈടാക്കുവാനാണ് ഡിസംബറിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ ഇളവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർചാർജിൻ്റെ പരിധി എടുത്തു കളഞ്ഞതോടുകൂടി നിരക്ക് ഉയരുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിൻ്റെ പുതിയ അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.